നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് മുമ്പ് എടുത്തതാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ മണി ആൻഡ് ബാങ്കിങ് തേർഡ് ചാപ്റ്റർ, ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ. മാക്രോ ഇക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്കാണ് ഈ ചാപ്റ്റർ വന്നിരിക്കുന്നത്. നമ്മൾ ഇക്കണോമിക്സിനെ തന്നെ 2 ബ്രാഞ്ചായിട്ട് തിരിച്ച കാര്യം നമുക്കറിയാം. മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്. ഇതിൽ നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇക്കോണമിയിലെ ചെറിയ കാര്യങ്ങളെ, അതായത് കാര്യങ്ങൾ ഇക്കോണമിയെ ചെറിയ രീതിയിൽ പഠിക്കുക. സ്മോൾ യൂണിറ്റ്സ്, അതായത് ഹൗസ് ഹോൾഡ് സെക്ടർ, പ്രൊഡക്ഷൻ യൂണിറ്റ്, കൺസ്യൂമർ, ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയെ മൊത്തമായും പഠിക്കുക. ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് ഇൻകം, ആഗ്രിഗേറ്റ് എക്സ്പെൻസ്, അങ്ങനെ മൊത്തമായും പഠിക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ്. അപ്പൊ നമ്മൾ ഈ മാക്രോ ഇക്കണോമിക്സിന്റെ എമർജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ ക്ലാസിക്കൽ തിങ്കിങ്, നമ്മുടെ ഇക്കോണമിയിലെ ക്ലാസിക്കൽ ഇക്കോണമി ആയിരുന്നു. ക്ലാസിക്കൽ ഇക്കോണമിയുടെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. എന്താണ്? ഫ്രീ ഇക്കോണമി, ഗവൺമെന്റ് ഇന്റർഫിയർ ഇല്ലാത്ത ഫ്രീ ഇക്കോണമി, ഫുൾ എംപ്ലോയ്മെന്റ്, അങ്ങനെയുള്ള തിങ്കിങ് ആയിരുന്നു. പക്ഷേ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതോടെ കൂടിയാണ് ക്ലാസിക്കൽ ഐഡിയാസ് തെറ്റാണെന്ന് തെളിഞ്ഞത്. അതിനുശേഷം ജെയിം കെയ്ൻസ്, അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് ആണ് ജനറൽ തിയറി, ഇൻട്രസ്റ്റ്, എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇതൊരു 1936 പബ്ലിഷ് ചെയ്യുകയും അതിലൂടെയാണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സിന്റെ ഐഡിയാസ് എമർജ് ചെയ്യുകയും മാക്രോ ഇക്കണോമിക്സ് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഉണ്ടായത്. ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗ്രേറ്റ് ഡിപ്രഷൻ നമുക്ക് 1929 1929 തുടങ്ങി 1933 വരെയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. ഇങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നതോടുകൂടി നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്, അമേരിക്കയിലാണ് ഇത് തുടങ്ങിയതെങ്കിലും പക്ഷെ ഇത് എല്ലാ രാജ്യങ്ങളെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുകയുണ്ടായി. ഇത് വന്നതോടുകൂടി പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്തു, അൺഎംപ്ലോയ്മെന്റ് കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിപ്രഷന്റെ ഭാഗമായിട്ടുണ്ടായി. അപ്പോൾ ഇത് വന്നതോടുകൂടിയാണ് നമ്മുടെ ക്ലാസിക്കൽ തിങ്കിങ് തെറ്റാണെന്ന് മനസ്സിലായത്. അതിന് പരിഹാരം എന്നോണമാണ് നമ്മുടെ ജെയിം കെയ്ൻസ് അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയും അതോടുകൂടി മാക്രോ ഇക്കണോമിക്സ് ഉണ്ടാവുകയും ചെയ്തത്. ഇനി നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ ദ ഇക്കോണമി. ഇക്കോണമിയിൽ ഒരുപാട് സെക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹൗസ് ഹോൾഡ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടേഴ്സ്, ഫേംസ്, ഇത്തരം സെക്ടേഴ്സ് ഒരു ഇക്കോണമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ്സുകൾ, അതുപോലെ തന്നെ ഗാർഹിക യൂണിറ്റ്, അതായത് ഹൗസ് ഹോൾഡ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു സെക്ടറാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടർ മീൻസ് ഫോറിൻ സെക്ടറാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ക്ലോസ്ഡ് ഇക്കോണമി. ക്ലോസ്ഡ് ഇക്കോണമി എന്ന് വെച്ചാൽ നമുക്ക്, അതായത് ഒരു അടഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥ, ആ ഇക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്കോണമിക്ക് മറ്റൊരു ഇക്കോണമി പുറത്ത് മറ്റൊരു രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ റിലേഷനും ഉണ്ടാവുകയില്ല. അതാണ് ക്ലോസ്ഡ് ഇക്കോണമി. ആൻ ഇക്കോണമി ദാറ്റ് ഹാസ് നോ ഇക്കണോമിക് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരു ഇക്കോണമിയാണ് ക്ലോസ്ഡ് ഇക്കോണമി. ആ ഇക്കോണമി എപ്പോഴും അടഞ്ഞു തന്നെ ആയിരിക്കും. മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു ട്രാൻസാക്ഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തെ ഓപ്പൺ ഇക്കോണമി. നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം, ക്ലോസ്ഡ് ഇക്കോണമി, ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. ഓപ്പൺ ഇക്കോണമി, ആൻ ഇക്കോണമി ദാറ്റ് ഹാസ് ഇക്കണോമിക് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് പലതരത്തിലുള്ള ഇക്കണോമിക്
റിലേഷൻസ് ഉണ്ടാ റിലേഷൻസ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും ഓപ്പൺ ഇക്കോണമി. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ മാക്രോ ഇക്കണോമിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് ഐഡിയാസ്. നാഷണൽ ഇൻകത്തിനെ കുറിച്ച് അതുപോലെ തന്നെ റിലേറ്റഡ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷനെ കുറിച്ച് പഠിക്കുന്നു. മോണിറ്ററി പോളിസിനെ കുറിച്ച് പഠിക്കുന്നു. ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് പഠിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ മണി സപ്ലൈ ആൻഡ് ബാങ്കിങ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ അബൌട്ട് ഇക്കോണമി. മാക്രോ ഇക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഇക്കോണമിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് അവയുടെ മ്യൂച്വൽ റിലേഷനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇക്കണോമിക് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് മാക്രോ ഇക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇക്കണോമിക് പ്ലാനിങ് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഓരോ പ്രോജക്ട്സ് പ്ലാൻ ചെയ്യാനായിട്ട് മാക്രോ ഇക്കണോമിക്സിന്റെ പഠനം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നാഷണൽ ഇൻകത്തിനെയും പ്രൊഡക്ഷൻ, എക്സ്പെൻഡിച്ചർ, ഡെഫിസിറ്റ്, ഇൻവെസ്റ്റ്മെന്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ മാക്രോ ഇക്കണോമിക്സിലൂടെ പഠിക്കുന്നതിലൂടെ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ടും ഇത് സഹായിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ, അതായത് മണി അഗ്രിഗേറ്റ് മണി സപ്ലൈയിലും മണി ഡിമാൻഡിലും ഉണ്ടാകുന്ന ട്രെൻഡ്സിനെ കുറിച്ചും പാറ്റേണെ കുറിച്ചും അറിയാനായിട്ട് മാക്രോ ഇക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ വെൽഫെയർ അസസ് ചെയ്യാനായിട്ട് മാക്രോ ഇക്കണോമിക്സ് ഹെൽപ്ഫുൾ ആണ്. ഇത്തരം കാര്യങ്ങളാണ് മാക്രോ ഇക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ചാണ് പറയുന്നത്. മാക്രോ ഇക്കണോമിക്സിന്റെ എമർജൻസിനെ കുറിച്ചും 1929 ഡിപ്രഷനെ കുറിച്ചും ജെഎം കെയ്ൻസിന്റെ പബ്ലിഷിനെ കുറിച്ചും ആണ് പറയുന്നത്. അതേപോലെ തന്നെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. മാക്രോ ഇക്കണോമിക്സിന്റെ സബ്ജക്റ്റ് മാറ്റർ ഏതെല്ലാം, അതുപോലെ തന്നെ ഇക്കോണമിയിലെ സെക്ടേഴ്സ് ഏതെല്ലാം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഇനി തേർഡ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. മണി നമുക്കറിയാം, മണി ഈസ് എ കോമൺലി ആക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലേ. നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുക. ദ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ദ ഗുഡ്സ്. അങ്ങനെയായിരുന്നു ബാർട്ടർ സിസ്റ്റം. പക്ഷെ ഈ ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. കാരണം നോ കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. കാരണം നമ്മൾ പറഞ്ഞു, ഒരാള് എന്ത് കൊടുക്കുന്നുവോ അയാൾക്ക് ആവശ്യമുള്ളതായിരിക്കില്ല നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതായത് പരസ്പരം എന്ത് കൈമാറാനുണ്ട് അതായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ നോ കോമൺ മെഷർ ഓഫ് വാല്യൂ. അപ്പോൾ ഇങ്ങനെ കൈമാറുന്ന വസ്തുക്കൾക്ക് കോമൺ മെഷർ ആയിരിക്കില്ല, വാല്യൂവിന്റെ മെഷർ കറക്റ്റ് ആയിരിക്കില്ല. സാധനങ്ങൾ കൈമാറുന്നത് തന്നെ ഒന്നിന് വാല്യൂ കുറവും മറ്റേതിന് വാല്യൂ കൂടുതലും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നോട്ട് അപ്ലിക്കബിൾ വെൻ ദ ഗുഡ്സ് കനോട്ട് ബി ഡിവൈഡഡ്. ഗുഡ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടും സാധിക്കില്ല. ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഇതാണ് പറഞ്ഞത്, നമ്മൾ ഗുഡ്സ്, അതായത് രണ്ടുപേരും നമ്മളിങ്ങനെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ലഭിക്കുക എന്നുള്ളത്. കാരണം ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് ആണ് കൊടുക്കുന്നതല്ലോ. അപ്പോൾ അത് ഒരാൾക്ക് ആഗ്രഹമുള്ളത് കിട്ടും, പക്ഷെ മറ്റാൾക്ക് തിരിച്ചു കിട്ടുന്നത് അയാളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കില്ല. അതാണ് ലാക്ക് ഓഫ് കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞത്. അത് കുറവായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബാർട്ടർ സിസ്റ്റത്തില് പോരായ്മകളുണ്ട്.
പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ്. കൈമാറ്റ സമ്പ്രദായം എന്ന് നമ്മൾ പറയും മലയാളത്തില്. ഇനി അത് പിന്നീട് നമ്മള് ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത് മണിയാണ്. അപ്പൊ നമ്മുടെ ഇക്കോണമിയില് മണി ഒരുപാട് ഫങ്ഷൻസ് മണി പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു രാജ്യത്തിനും ഏഹ്, അവർക്ക് ഇങ്ങനെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാതെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ കാര്യം തന്നെ എടുത്താലും അങ്ങനെ തന്നെയാണ്. നമുക്ക് പണമില്ലെങ്കില് ഒന്നും തന്നെ നമ്മുടെ കാര്യങ്ങൾ ഒന്നും നമുക്ക് ഏഹ്, ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഓരോ ഇക്കോണമിയിലും ഇക്കോണമിക് സ്ട്രക്ചർ ഇല്ലാതെ ഒരു ഇക്കോണമിക്കും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മണിയുടെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കില് പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്, അതുപോലെ തന്നെ കണ്ടിൻജന്റ് ഫങ്ഷൻസ്, അങ്ങനെ 3 തരത്തിലുള്ള ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതില് പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ, അതുപോലെ തന്നെ സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്, അതുപോലെ തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, അങ്ങനെ പറയുന്നത്. ഫസ്റ്റ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മണി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മണി ആണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്, മണി എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നതിനാണ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, എക്സ്ചേഞ്ചിന്റെ ഒരു മീഡിയം ആയിട്ടാണ്. ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ. ഒരു ബയറിനും സെല്ലറിനും ഇടയ്ക്കുള്ള ലിങ്ക് ആയിട്ടാണ് മണി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മെഷർ ഓഫ് വാല്യൂ, ഒരു വാല്യൂവിന്റെ മെഷർ നമ്മൾ മണി ടേംസിൽ കണക്കാക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, നമുക്ക് മണി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പല ഡെപ്പോസിറ്റ്സ് ആയിട്ടും കറൻസി ആയിട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്. നമുക്ക് മണീനെ ഡിഫേർഡ് പേയ്മെന്റ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഭാവിയിൽ നമുക്ക് പേ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പണം സൂക്ഷിക്കും. അതായത് ഡിഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫേർഡ് പേയ്മെന്റ്സ് ആർ ദോസ് പേയ്മെന്റ്സ് വിച്ച് ആർ ടു ബി മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമ്മൾ പേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പേയ്മെന്റ്സ് ആണ് ഡിഫേർഡ് പേയ്മെന്റ്സ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ ഹെൽപ്പ് ചെയ്യും, ഈ ഡിഫേർഡ് പേയ്മെന്റ്സ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും മണി നമ്മളെ സഹായിക്കുന്നു. ഇനി നമ്മൾ ഈ ഫങ്ഷൻസ് ഓഫ് മണീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മണി നമ്മുടെ ഇക്കോണമിയിലെ പലതരത്തിലുള്ള, അതായത് നമ്മുടെ ഡെയിലി ലൈഫിലും ഇക്കോണമിയിലുമായിട്ട് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി നോക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് ഡിമാൻഡ് ഫോർ മണി വരുന്നത്. അതായത് നമ്മുടെ ജനങ്ങൾ എത്രത്തോളമാണ് മണി ലിക്വിഡ് അസറ്റ്സ് ആയിട്ട്, മണി ബാലൻസ് ആയിട്ട് കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഡിമാൻഡ് ഫോർ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ എത്രത്തോളം പണം കയ്യിൽ ലിക്വിഡായിട്ട് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അവര് അത്രയും ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: പ്രിക്കോഷണറി മോട്ടീവ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ മോട്ടീവ്. അതിൽ നമ്മൾ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് വെച്ചാൽ പീപ്പിൾ ഹോൾഡ് ലിക്വിഡ് ക്യാഷ് വിത്ത് ദം ഇൻ ഓർഡർ ടു മീറ്റ് എമർജൻസീസ്. പ്രിക്കോഷണറി മോട്ടീവ് നമുക്കറിയാം, മുൻകരുതലായിട്ട് നമുക്ക് പണം സൂക്ഷിക്കുന്നത്, എന്തെങ്കിലും എമർജൻസീസ് വരുമ്പോൾ അതിനു വേണ്ടി ചെലവാക്കാനായിട്ട് ലിക്വിഡായിട്ട് ക്യാഷ് ജനങ്ങൾ സൂക്ഷിക്കുന്നതാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവില് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹോൾഡ് മണീസ് ക്യാരി ഔട്ട് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പണത്തെ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നു. എന്താണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്? സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് പീപ്പിൾ ഹോൾഡ് മണി ഇൻവെസ്റ്റ് ഇൻ അസറ്റ്സ് ടു ഏൺ പ്രോഫിറ്റ്.
സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹക്കച്ചവടം എന്നൊക്കെ പറയില്ലേ? നമ്മുടെ കയ്യിലുള്ള പണം നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ അസറ്റ്സിന് നമ്മള് പിൽക്കാലത്ത് ഇപ്പൊ നമ്മളൊരു ഇത് വാങ്ങി, ഒരു അസറ്റ് വാങ്ങി. അത് പിന്നീട് പിൽക്കാലത്ത് ആ അസറ്റിനെ നല്ല വിലയോടുകൂടി അതിനെ വിൽക്കുകയാണെങ്കിൽ വിൽക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യമേ തന്നെ അത് പർച്ചേസ് ചെയ്യുന്നതാണ് സ്പെക്കുലേറ്റീവ് മോഡൽ വരുന്നത്. അങ്ങനെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പിൽക്കാലത്ത് അത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അസറ്റിൽ ജനങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്കതിനെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാം. അപ്പൊ ഡിമാൻഡ് ഫോർ മണിയിൽ നമുക്ക് പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ്, ഇത്ര 3 തരത്തില് നമ്മൾ ഡിമാൻഡ് ഫോർ മണീനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ്, അതിൽ വരുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പിൽ വരുന്നത് നമ്മൾ ആളുകൾ അവരുടെ അസറ്റ് അത് പണമായി തന്നെ ചിലർ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് അവരുടെ എത്ര രൂപ അവർക്ക് കിട്ടിയോ ആ ഒരു അസറ്റ്, ഇപ്പൊ ഒരു 10,00,000 ഒരാൾക്ക് 10,00,000 ഒരാൾക്ക് കിട്ടിയെങ്കിൽ ആ 10,00,000 അയാൾ സൂക്ഷിക്കണം. അയാൾക്ക് പണമായി തന്നെ അത് സൂക്ഷിക്കണം. ആ ആസ്തി, ആ ഒരു പണം പണമായി തന്നെ വേറെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാതെ പണമായി തന്നെ അത് സൂക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഇക്കോണമിയിൽ എന്ത് വന്നാലും ബോണ്ടുകളൊന്നും ഇക്കോണമിയിൽ ബോണ്ടുകൾ വാങ്ങിക്കാൻ ഉപയോഗപ്പെടുത്തണില്ല. അങ്ങനെ ഒന്നിനും അയാൾ പർച്ചേസ് ചെയ്യുന്നില്ല. അയാൾ പണമായി തന്നെ അയാളുടെ കൈവശം സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയാം. കാരണം ഒരു ഇതും അതായത് അതിനെ ഒരു ബോണ്ട് വാങ്ങാനോ മറ്റ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാനോ ഉപയോഗിക്കാതെ കൈവശം വയ്ക്കുക എന്ന ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക ആ പണത്തെ. അങ്ങനെ ഒരു അവസ്ഥയാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. അറ്റ് എ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ദ സിറ്റുവേഷൻ ഈസ് കോൾഡ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇതാണ് ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പണം ചെലവാക്കാതെ അവരുടെ കയ്യിൽ തന്നെ പണമായി തന്നെ അവരാഗ്രഹിച്ച പോലെ പണമായി സൂക്ഷിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് മണി സപ്ലൈ. എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഒരു ഇക്കോണമിയിലെ മണി സപ്ലൈനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ ആൻ ഇക്കോണമി. ഇറ്റ് ഇൻക്ലൂഡ്സ് കറൻസി, നോട്ട്സ്, കോയിൻസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. മണി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോണമിയിലുള്ള എല്ലാ പണത്തെയും നമുക്ക് മണി സപ്ലൈ എന്ന് പറയാം. എത്രത്തോളം പണമായി ഇക്കോണമിയിലുണ്ട് അതിൻ്റെ മൊത്തം ആ ഒരു ക്വാണ്ടിറ്റീനെ നമുക്ക് മണി സപ്ലൈ എന്ന് പറയാം. അതിൽ കറൻസി നോട്ട്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ കോയിൻസ് ഉണ്ടായിരിക്കാം, ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതായത് ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ പബ്ലിക് ഹെൽഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് മണിയെയാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI. കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ കോയിൻസും നോട്ട്സുമാണ്, കറൻസി നോട്ട്സും ആണ് നമ്മുടെ സപ്ലൈ ഓഫ് മണിയിൽ ഉള്ളത്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത്, ഈ മണി സപ്ലൈയിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മണി സപ്ലൈ എങ്ങനെ മെഷർ ചെയ്യാം, എത്രത്തോളം പബ്ലിക്കിൽ എത്രത്തോളം മണി ഹെൽഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ഉണ്ട്. RBI ആണ് ഈ മെഷേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 4 ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് RBI പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് M1, M2, M3, M4 എന്നിങ്ങനെ 4 പോയിന്റ് ആക്കി 4 ഫിഗേഴ്സ് ആയിട്ട് RBI മെഷർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് M1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് CU പ്ലസ് DD. അതായത് CU മീൻസ് കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക്. പബ്ലിക് എത്രത്തോളം കറൻസി കൈവശം വയ്ക്കുന്നുണ്ട്, അതേ പ്ലസ് DD
ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൽ എത്രത്തോളം ഡെപ്പോസിറ്റും അതുപോലെ തന്നെ പബ്ലിക്കിന്റെ കയ്യിൽ എത്ര കറൻസിയും ഉണ്ട്, അതാണ് ഫസ്റ്റ് മെഷറിൽ പറയുന്നത്. അപ്പോൾ CU പ്ലസ് DD. ഇനി സെക്കൻഡ് M2. M2ൽ വരുന്നത് M1 പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. M2 എന്നതുകൊണ്ട് M1 നമ്മൾ നേരത്തെ കണ്ടു, കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. പോസ്റ്റ് ഓഫീസിലുള്ള സേവിങ്സ് ഡെപ്പോസിറ്റുകളും ഇത് മെഷർ ചെയ്തിട്ടാണ് M2 മെഷർ ചെയ്യുന്നത്. തേർഡ് M3, M1 പ്ലസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. M1ഉം അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളും ചേർന്ന ഇതാണ് M3യിൽ വരുന്നത്. ഫോർത്ത് മെഷർമെന്റ് ആണ് M4. M4ൽ വരുന്നത് M3 പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എക്സ്ക്ലൂഡിംഗ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അതായത് M4ൽ വരുന്നത് M3യും M3 നമ്മൾ മുന്നേ കണ്ടു M1 പ്ലസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ്സ് ഓഫ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷൻസ്, അതൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ RBI പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ 4 മെഷർമെന്റിലൂടെയാണ് ഇന്ത്യയിൽ എത്രത്തോളം മണി സപ്ലൈ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഈ 4 മെഷേഴ്സിലൂടെ മെഷർമെന്റ്, അതായത് മണി ക്രിയേഷൻ ബൈ ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് മണി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ബാങ്കിങ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ, അതിന് മുമ്പായിട്ട് നമുക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് 1935. അപ്പോൾ 1935ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്, അതായത് നമുക്ക് ബാങ്കുകളുടെ ബാങ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം RBIയുടെ കീഴിലാണ് മറ്റെല്ലാ ബാങ്കുകളും മണി സപ്ലൈ. കാരണം എന്തൊരു ഇക്കണോമിക്കലായിട്ടുള്ള മണി സപ്ലൈ, മണി ഡിമാൻഡ്, ഏതൊരു ഇക്കണോമിക് പോളിസീസും RBI ആണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഇഷ്യൂ ഓഫ് കറൻസി, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ബാങ്ക് ആണ്, എല്ലാ ബാങ്കിൻ്റെയും ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ നമുക്ക് പറയാം. ബാങ്ക് ടു ദ ഗവൺമെന്റിലെ ഒരു ബാങ്കറാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഗവൺമെന്റിന്റെ ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൺട്രോളർ ഓഫ് മണി സപ്ലൈ, നമ്മുടെ രാജ്യത്തുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതും അതിന് വേണ്ട പോളിസീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും റിസർവ് ബാങ്ക് ആണ്. കസ്റ്റഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കസ്റ്റഡിയൻ റിസർവ് ബാങ്ക് ആണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതായത് എല്ലാ ലെൻഡേഴ്സിന്റെയും ലാസ്റ്റ് ഇതായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ആണ്. എല്ലാ കൊമേഴ്സ്യൽ ബാങ്ക്സും അവർക്ക് എന്തൊരു വായ്പ കൊടുക്കണമെങ്കിലും അതിനനുസരിച്ചുള്ള റേഷ്യോസും കാര്യങ്ങളും നമ്മൾ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എല്ലാ ബാങ്കുകളും വായ്പകളും മറ്റു കാര്യങ്ങളും നൽകുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് നമ്മൾ പറഞ്ഞു മോണിറ്ററി പോളിസിനെ കുറിച്ച് പറഞ്ഞു. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ മണി സപ്ലൈ. നമ്മുടെ രാജ്യത്ത് മണി സപ്ലൈ കൂടാം, മണി സപ്ലൈ കുറയാം, അങ്ങനെ പല രണ്ട് തരത്തിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ മണി സപ്ലൈനെ എങ്ങനെ കൺട്രോൾ ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ് എടുക്കേണ്ടതുണ്ട്. ഈ പോളിസി എടുക്കുന്ന ആരെ, ഈ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ പോളിസി എടുക്കുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന പോളിസിയെ നമ്മൾ മോണിറ്ററി പോളിസി എന്നാണ് പറയുന്നത്. മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനായിട്ട് എടുക്കുന്ന പോളിസികളാണ് മോണിറ്ററി പോളിസി. ഈ മോണിറ്ററി പോളിസിക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്.
അതായത് ഈ മോണിറ്ററി പോളിസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ബാങ്ക് റേറ്റിലൂടെ, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് പോളിസിയിലൂടെ, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പോളിസിയിലൂടെ, അതുപോലെ തന്നെ വേരിയേഷൻ ഇൻ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോയിലൂടെ, അങ്ങനെ 4 സ്റ്റെപ്പിലൂടെയാണ് ഈ മോണിറ്ററി പോളിസി എടുക്കുന്നത്. ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഗീവ്സ് ലോൺ ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കാരണം കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ ലോൺ കൊടുക്കുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ റിസർവ് ബാങ്ക് ആണ് ഒരു റേറ്റ് അവര് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ലോൺ കൊടുക്കുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. രണ്ടാമത്തെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ബോണ്ട്സ് ബൈ ദ ഗവൺമെന്റ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ നമ്മൾ മണി സപ്ലൈ കൺട്രോൾ ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് മണി സപ്ലൈ കൂടുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക് സെക്യൂരിറ്റീസ് അവര് വിൽക്കും. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ ബാങ്കുകൾ ഈ സെക്യൂരിറ്റീസ് വാങ്ങുകയും അപ്പോൾ ബാങ്കിന്റെ കയ്യിലുള്ള പണം കുറയുകയും ചെയ്യും. അപ്പോൾ പണം കുറയുമ്പോൾ വായ്പ കൊടുക്കാനുള്ള പണവും കുറയുന്നതിലൂടെ അവിടുത്തെ മണി സപ്ലൈ കുറയും. ആ മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് അവരുടെ സെക്യൂരിറ്റീസ് ആ സമയത്ത് വിൽക്കുന്നത്. അപ്പോൾ പണപ്പെരുപ്പം ഉള്ളപ്പോൾ ഈ കേന്ദ്ര ബാങ്ക് സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ എല്ലാ ബാങ്കുകളും അത് വാങ്ങുകയും അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ ഒരു മണി കുറയുകയും അതുവഴി അവർക്ക് ലോൺ കൊടുക്കാനുള്ള ആ ഒരു എബിലിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇക്കോണമിയിൽ മണി സപ്ലൈ കുറയും. എക്സസ് ആയിട്ടുള്ള മണി കുറയുകയും അങ്ങനെ അത് ആ മണി സപ്ലൈ കൺട്രോൾ വരികയും ചെയ്യും. ഇനി പണം അതായത് ഡീഫ്ലേഷൻ സമയത്ത് നമുക്ക് പണം കുറയുന്ന സമയത്ത്, മണി സപ്ലൈ കുറയുന്ന സമയത്ത് ഈ സെക്യൂരിറ്റീസ് റിസർവ് ബാങ്ക് ഈ സെക്യൂരിറ്റീസ് വാങ്ങുകയും അതുവഴി ബാങ്കുകൾക്ക് പണം കിട്ടുകയും അവർക്ക് അത് വായ്പ കൊടുക്കാനുള്ള ഒരു എബിലിറ്റി കൂടുകയും അതുവഴി ജനങ്ങൾക്ക് വായ്പ കിട്ടുകയും ആ ഒരു അവർക്കൊരു കൺസംഷൻ എബിലിറ്റി കൂടുകയും ഇതിലൂടെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പണം കൂടുതലുള്ളപ്പോഴും കുറയുമ്പോഴും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ റിസർവ് ബാങ്ക് ഇങ്ങനെയാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. അടുത്താണ് റിസർവ് റേഷ്യോ. റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് റേഷ്യോ 2 തരത്തില് നമുക്ക് പറയാം. ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. Money supply can be controlled during inflation by increasing CRR and SLR, and during deflation by decreasing CRR and SLR. ഇൻഫ്ലേഷൻ സമയത്ത് മണി സപ്ലൈ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? CRRഉം SLRഉം കൂട്ടിയിട്ടാണ്. CRRഉം SLRഉം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാഷ് റിസർവ് ചെയ്യാനുള്ള എല്ലാ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റിനനുസരിച്ച് ക്യാഷ് റിസർവ് ചെയ്യേണ്ടതുണ്ട്. അതായത് എല്ലാ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റ്സിന്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. അതേപോലെ തന്നെ അതാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. എല്ലാ ബാങ്കുകളും അവരുടെ മൊത്തം ഡെപ്പോസിറ്റ്സിന്റെ ഒരു ചെറിയൊരു ശതമാനം റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്, സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് ഈ CRR കൂട്ടുമ്പോൾ നമ്മുടെ എല്ലാ ബാങ്കുകളും അവരുടെ എത്രത്തോളം അവർക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യപ്പെടും.
അതുപോലെ തന്നെ SLR എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആകെയുള്ള ഡെപ്പോസിറ്റ്സിന്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ഗവൺമെന്റ് ബോണ്ട് പോലെയുള്ള ആസ്തികളിൽ സൂക്ഷിക്കണം. അതാണ്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ആകെയുള്ള ഡെപ്പോസിറ്റ്സില് ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ബോണ്ട്സും മറ്റു കാര്യങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യണം. അതിന്റെ ബാക്കിയുള്ള മണി മാത്രമാണ് അവർക്ക് ലോൺ ആയിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് അവിടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് CRRഉം SLRഉം കൂട്ടും. അപ്പോൾ അതുവഴി ബാങ്കിന്റെ ലോൺ കൊടുക്കാനുള്ള എബിലിറ്റി കുറയുകയും മണി സപ്ലൈ കൺട്രോൾ ആവുകയും ചെയ്യും. ഇനി ഡീഫ്ലേഷൻ സമയത്ത് ഈ CRRഉം SLRഉം കുറയ്ക്കും. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ബാങ്കുകൾക്ക് അവരുടെ കൂടുതൽ ആവശ്യത്തിന് ലോൺ കൊടുക്കാനുള്ള എബിലിറ്റി കൂടുകയും പണം വരികയും അവർക്ക് ലോൺ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുവഴി ഇക്കോണമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് റിസർവ് റേഷ്യോയിൽ പറയുന്നത്. പിന്നെ സ്റ്റെറിലൈസേഷൻ, അടുത്ത ഒരു മോണിറ്ററി പോളിസിയിൽ വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മോണിറ്ററി മണി ക്രിയേഷനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം. അതായത് എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ മണി മാർക്കറ്റിനെ മണി സപ്ലൈനെയും അതുപോലെ തന്നെ അതിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താം. മറ്റൊരു എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു അഗെയിൻസ്റ്റ് എക്സോജനസ് ഷോക്സിൽ നിന്നൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തുള്ള മണി മാർക്കറ്റിനെ മണി സപ്ലൈനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് RBI യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ സ്റ്റെറിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി ഇവിടെ അവസാനമായിട്ട് നോക്കുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫസ്റ്റ് നമ്മൾ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, അപ്പോൾ എല്ലാ ഡെപ്പോസിറ്റ്സും സ്വീകരിക്കുക, എല്ലാ നിക്ഷേപങ്ങളും സ്വീകരിക്കുകയാണ് അവരുടെ ഫസ്റ്റത്തെ ഫങ്ഷൻസ്. രണ്ടാമത്തെ ഗിവിംഗ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ ബാങ്ക് നമുക്കറിയാം ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക അതുപോലെ തന്നെ ലോൺ കൊടുക്കുകയുമാണ് ഒരു ബാങ്കിന്റെ പ്രധാനമായിട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലോൺ ലഭ്യമാക്കാനും കഴിയുക എന്നത്. അപ്പൊ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ ഗിവിംഗ് ക്രെഡിറ്റ്, പിന്നെ ഡിസ്കൗണ്ടിങ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സഹായിക്കുക. ഇതൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ പഠിച്ചത് എന്താണ് മണി എന്ന് പറഞ്ഞാൽ ഒരു ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. അതിൽ പ്രൈമറി മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്, സ്റ്റോർ ഓഫ് വാല്യൂ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി, അതായത് ആളുകളെ എത്രത്തോളം മണി ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് സൂക്ഷിക്കുന്നു എന്നത് ഓരോ മോട്ടീവ്സ് നമ്മൾ കണ്ടു. പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇത് മൂന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പ്രിക്കോഷണറി മോട്ടീവ് നമുക്കറിയാം, എമർജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ മോട്ടീവ് നമുക്കറിയാം, ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ. സ്പെക്കുലേറ്റീവ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ
ഡിമാൻഡ് ഫോർ മണിയിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു ഭാഗമാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. അതായത് നമ്മള് അവര് ജനങ്ങള് അവരുടെ അസറ്റ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ അവര് സൂക്ഷിക്കുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പിൽ പറയുന്നത്. എത്രത്തോളം അവര് ബോണ്ടുകളും മറ്റു കാര്യങ്ങളും ഒന്നും വാങ്ങിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നില്ല. അവർക്ക് പണമായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതി. അതായത് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയാതെ തന്നെ അത് നമ്മൾ കയ്യിൽ തന്നെ സൂക്ഷിക്കാം. അതാണ് ലിക്വിഡിറ്റി ട്രാപ്പിൽ പറയുന്നത്. അതിൽ പിന്നെ മണി സപ്ലൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത് RBI എന്ന് പറഞ്ഞു. നോട്ട്സ് ഇന്ത്യയിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി ഇഷ്യൂ ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്ക് ആണ്. അതുപോലെ തന്നെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു. അത് പലതരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മെഷർ ഓഫ് മണി സപ്ലൈ, എത്രത്തോളം മണി സപ്ലൈ രാജ്യത്തുണ്ട് അത് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതും ഒരു 4 പോയിന്റ് ആയിട്ട് 4 ഫിഗേഴ്സ് ആയിട്ട് RBI പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോർ ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് M1, M2, M3, M4 എന്നിങ്ങനെ. അതേപോലെ തന്നെ മണി ക്രിയേഷൻ ബൈ ബാങ്കിങ് സിസ്റ്റം, എങ്ങനെയാണ് മണി ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്, മണി ക്രിയേഷൻ ബൈ ദ ബാങ്കിങ് സിസ്റ്റം. ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് മണി ക്രിയേഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. CDR, RDR, ഹൈ പവേർഡ് മണി. 3 പോയിന്റുകൾ പറയുന്നുണ്ട് മണി ക്രിയേഷൻ ബൈ ദ ബാങ്കിങ് സിസ്റ്റത്തിൽ പറയുന്നത്. അതിൽ CDR പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതായത് ഒരു ഇക്കോണമിയിൽ ആളുകളുടെ കൈവശം സൂക്ഷിക്കുന്ന കറൻസിയുടെ ആ ഒരു അളവും അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ അളവും തമ്മിലുള്ള റേഷ്യോ ആണ് CDR എന്ന് പറയുന്നത്. ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതായത് CU ഡിവൈഡഡ് ബൈ DD, അതായത് കറൻസി നോട്ട്സും അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിന്റെയും റേഷ്യോ. അതുപോലെ തന്നെ RDR, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് മണിയായി സൂക്ഷിക്കുന്ന പണവും ടോട്ടൽ ഡെപ്പോസിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് RDR. അതേപോലെ തന്നെ മൂന്നാമതാണ് ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ എബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി ഓഫ് ദ കൺട്രി RBI is called monetary base. ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടോട്ടൽ മോണിറ്ററിയുടെയും എല്ലാ പണത്തിന്റെയും നമ്മുടെ അതോറിറ്റി ആയിട്ട് പറയുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനെയാണ് നമുക്ക് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിനെ മണി ക്രിയേഷൻ പറയുന്നതാണ് CDR, അതുപോലെ തന്നെ RDR, ഹൈ പവേർഡ് മണി. പിന്നെ ഇന്ത്യയിൽ തന്നെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു. തന്നെ ബാങ്ക് റേറ്റ് പോളിസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോയിലുള്ള വേരിയേഷൻസിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റെറിലൈസേഷൻ പോളിസിനെ കുറിച്ച് പറഞ്ഞു. ഓരോന്നും എങ്ങനെയാണ് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇൻഫ്ലേഷന്റെ സമയത്ത് റിസർവ് ബാങ്ക് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്നു. ഡീഫ്ലേഷന്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് അതിനെ റീപർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ മണി സപ്ലൈ കൺട്രോൾ ആവുന്നു. ബാങ്ക് റേറ്റ് പോളിസിയിൽ മാറ്റം വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് റേറ്റിൽ മാറ്റം വരുത്താം. കൂടുതൽ ഇൻഫ്ലേഷൻ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോൺ കൊടുക്കുന്നതിന്റെ ഒരു അളവ് കുറയും. പക്ഷെ ഡീഫ്ലേഷൻ സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും. അപ്പോൾ ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ അവർക്ക് വായ്പയുടെ ഡിമാൻഡ് കൂടുന്നു. ഇനി റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോയിലെ വേരിയേഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ CRRലും SLRലും വേരിയേഷൻസ് വരുത്താം.
ഇൻഫ്ലേഷൻ സമയത്ത് CRRഉം SLRഉം കൂട്ടുക. അതുപോലെ തന്നെ ഡീഫ്ലേഷൻ സമയത്ത് CRRഉം SLRഉം കുറയ്ക്കുക. അപ്പോൾ മണി സപ്ലൈ കൺട്രോൾ ആകും. പിന്നെ സ്റ്റെറിലൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മണി സ്റ്റെബിലൈസ് ചെയ്ത്, അതായത് എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നൊക്കെ സ്റ്റോക്ക് ഓഫ് മണീനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റിന്റെ RBI യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മോണിറ്ററി ക്രിയേഷനെയാണ് സ്റ്റെറിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ നോക്കിയത്. ഈ 2 ചാപ്റ്റേഴ്സും മുൻപ് പവർ പോയിന്റോട് കൂടി മുന്നത്തെ വീഡിയോസ് നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അതും ഒന്നും കൂടിയും കാണുകയും അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ് കൂടുതൽ റിവൈസ് ചെയ്യുകയും ചെയ്യുക. ഇനി നമ്മൾ ഈ 2 ചാപ്റ്റേഴ്സിൽ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് അതുപോലെ തന്നെ മണി ആൻഡ് ബാങ്കിങ്, ഈ 2 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാക്രോ ഇക്കണോമിക്സിന്റെ എമർജൻസിനെ കുറിച്ചാണ്. പിന്നെ അതിന്റെ സബ്ജക്റ്റ് മാറ്റർ, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ്, പിന്നെ എന്തൊക്കെയാണ് മേജർ സെക്ടേഴ്സ്. അപ്പോൾ ഒരു മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് ആ ചാപ്റ്ററിൽ മൊത്തം പറയുന്നത്. അപ്പോൾ മാക്രോ ഇക്കണോമിക്സിന്റെ മറ്റ് ഫീച്ചേഴ്സും അതായത് സബ്ജക്റ്റ് മാറ്ററും എമർജൻസിനെയും കുറിച്ച് കൂടുതൽ നോക്കുക. അതുപോലെ തന്നെ JM കെയ്ൻസിന്റെ 1936 ആ ബുക്കിനെ കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്ക് ഈ ഫങ്ഷൻസ് ഓഫ് ഈ മണി ആൻഡ് ബാങ്കിങ്ങിന്റെ ചാപ്റ്ററിൽ വരുന്നത് നമുക്ക് ഓരോ മണി ഫങ്ഷൻസ് ഓഫ് മണി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി, അതുപോലെ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, RBI ഫോളോ ചെയ്യുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സപ്ലൈ ഓഫ് മണീനെ എങ്ങനെയാണ് RBI കൺട്രോൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇങ്ങനെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും സമയത്ത് അവരുടെ പോളിസീസ് എങ്ങനെയായിരിക്കും, മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും. ബാങ്ക് റേറ്റിനെ കുറിച്ചും പിന്നെ നമുക്ക് അത് ബാങ്ക് റേറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ റിസർവ് റേഷ്യോ, ഇങ്ങനത്തെ റേഷ്യോസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. ഇപ്പൊ നമ്മുടെ ബാങ്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 4.25% ആണ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 4%, അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ്. ആസ് ഓഫ് മാർച്ച് 2021 റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ RBIയുടെ ബാങ്ക് റേറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അനൗൺസ്ഡ് ഇൻ ദ മോണിറ്ററി പോളിസി സ്റ്റേറ്റ്മെന്റ് 2022-23 December 7th ബാങ്ക് റേറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട് 35 ബേസിസ് പോയിന്റ്സ് ഫ്രം 6.15% to 6.50% വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. പെട്ടെന്ന് ഒരു ബാങ്ക് റേറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത് 6.15%-ൽ നിന്ന് 6.50%-ലേക്ക് അപ്വേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 മാക്രോ എക്കണോമിക്സിന്റെ +2 മാക്രോ എക്കണോമിക്സ് ഈ 2 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.